സാർ, ഇന്ന് അവസാനത്തെ അവധിയാണ്. ഇന്നും സാറ് ഹാജരായില്ലെങ്കിൽ എക്സ്പാർട്ടിയായിട്ട് കേസ് ജഡ്ജി വിധിച്ചെന്ന് വരും. ഒരവധിക്ക് കൂടി അപേക്ഷിക്കുക, അല്ലെങ്കിൽ മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് വേണ്ടി ഹാജരാകുക. ഇല്ല സാർ, ഇത് സാറിന്റെ ഒരു പഴയ ക്ലയന്റിന്റെ കേസാണ്. ഞാൻ വാദിക്കാൻ അവർ അനുവദിക്കില്ല. രജനിക്ക് ഒരു പുതിയ കാർ എടുക്കാൻ ഇന്ന് ഞാൻ അവളുടെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാമെന്ന് ഏറ്റിരിക്കുകയാണ്. അത് നാളെ ആയിക്കൂടെ സാർ? നോ, അവളോടൊരു വാക്ക് പറഞ്ഞിട്ട് അത് മാറുന്നത് ശരിയല്ല. സാർ പ്ലീസ്. നിങ്ങൾ റെഡി സാർ? മിസ്റ്റർ സണ്ണി, കാർ എടുത്തിട്ട് നേരെ തിരുപ്പതിക്കാ പോണം. ഐസിനായിട്ട് ദർശനം കഴിപ്പിച്ചിട്ട് വേണം കാർ ഇവിടെ കൊണ്ടുവരാൻ. ഐ ആം റെഡി. എന്നാ വന്നാട്ടെ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഞാൻ പോവാണ്. യു ഹാൻഡിൽ ദ കേസ്. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നറിയോ? അമ്മാവൻ ഉറങ്ങാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പേടിയായിരുന്നു. ഇവിടെ വരാൻ എന്തിനാ പേടിക്കുന്നത്? വരൂ. Come on. തനിക്ക് ഇന്ന് എന്ത് പറ്റി? ക്ഷമിക്കണം ആന്റി, ഞാൻ ചെയ്തത് തെറ്റാണ്. വേണ്ട, ഇനി വേണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ആയിരുന്നെങ്കിലും ഞാൻ അതിനു വേണ്ടി ദാഹിക്കായിരുന്നു. വരണ്ടുടങ്ങി എന്റെ മനസ്സിൽ നീ പകർന്നത് ആശ്വാസമായിരുന്നു വിഷ്ണു. ആശ്വാസം. വരൂ വിഷ്ണു, പ്ലീസ് വരൂ, പ്ലീസ്. സണ്ണിച്ച, ഒരു അമേരിക്കൻ കമ്പനിക്കാര് സിഗരറ്റിന്റെ പരസ്യത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ഫോട്ടോ എടുക്കണം. അത്രേ ഉണ്ടോ? 25,000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. രജനി ഇനിയും മോഡലിംഗിന് പോകുന്നത് എനിക്കിഷ്ടമല്ല. രൂപ 1-2 അല്ല, 25,000. രൂപ 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 എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതി വരില്ല അല്ലേ? ചോര നീരുള്ളപ്പോഴല്ലാതെ 10 ചക്രം ഉണ്ടാക്കാൻ പറ്റുമോ സണ്ണി? തത്സമേ അമേരിക്കൻ കമ്പനിക്കാർ തരാമെന്ന് പറഞ്ഞ് 25,000 രൂപ ഞാൻ തരാം. യെസ്, എപ്പോ തരും? ഇന്ന് തന്നെ. പക്ഷേ ഇനി രജനിയെ മോഡലിംഗ് അയച്ചുകൂടാ. സമ്മതിച്ചോ? കാശ് കിട്ടിയാ പിന്നെ സമ്മതിക്കാതിരിക്കാൻ ഒക്കുവോ? അല്ലേ മോളെ? പണം ബാങ്ക് തുറന്നാൽ ഉടനെ പണം എടുത്തു തരാം. അതാണത്തോ. നീ വാ, സിഗരറ്റുകാരൻ സായിപ്പ് അവന്റെ പാട്ടിന് പോട്ടനെ. വാ. സാർ, പറയുന്നതിൽ ക്ഷമിക്കണം. അമ്മയും മകളും കൂടി സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. മിസ്റ്റർ രാമകൃഷ്ണൻ, ഐ നോ ദാറ്റ്.
പക്ഷേ എന്റെ വീട്ടിൽ കിട്ടാത്ത സുഖം എനിക്ക് അവൾ പകർന്നു തരുന്നു. സോ ദ മണി ഐ പേ ഈസ് എൻ എന്റർടൈൻമെന്റ് ടാക്സ്. വിഷ്ണുവിനറിയില്ല ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ. അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടെ ഓരോ രാത്രിയും ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അവഗണനയും കണ്ണീരുമായിരുന്നു അനുഭവം. എനിക്ക് നിഷേധിക്കപ്പെട്ടത് വിഷ്ണുവിൽ നിന്ന് കിട്ടി. താലി കെട്ടിയ ആ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. ആ തെറ്റ് ഞാൻ ആവർത്തിച്ചിട്ടും എന്റെ മനസ്സിൽ കുറ്റബോധമില്ല, പശ്ചാത്താപവുമില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? സണ്ണിച്ചായിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു കണിക പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷ്ണു പകർന്നു തന്ന ആശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും. ആന്റി എന്തിനാ ഇപ്പോഴിതൊക്കെ പറയുന്നത്? നാളെ രാവിലെ എന്റെ മകൾ കോളേജ് അടച്ചു വരും. എന്തൊക്കെയായാലും ഒരമ്മയുടെ ദൗർബല്യങ്ങൾ മകൾ അറിയുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയൂ. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇന്നു മുതൽ ഞാൻ വീണ്ടും സണ്ണിച്ചായന്റെ ഭാര്യയും വിഷ്ണു ഉഷയുടെ മുറച്ചെറുക്കനും മാത്രമായിരിക്കണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പോയിക്കുള്ളൂ. ആന്റി, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനാവില്ല വിഷ്ണു. പക്ഷേ മനസ്സിന്റെ കടിഞ്ഞാൺ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. പോയിക്കുള്ളൂ. നീ എന്നെ ക്ഷീണിച്ചു പോയല്ലോ. പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതിയോ മോളെ? ആ, എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴറിയാം. മരിച്ചെടുത്തി. ഇതെന്തു പറ്റി? എന്താ കുഞ്ഞെ? ആളങ്ങ് കനത്തു പോയല്ലോ. വലിച്ചുകയറി തിന്നുന്നുണ്ടാവല്ലേ? ഏയ്, ഇത് നീലാണ്ടന്റെ എള്ളും പിണ്ണാക്കാ കുഞ്ഞെ. ഞാൻ വല്ലപ്പോഴും കൂടി ഒരു കുപ്പി വെള്ളം കുടിക്കും, അത്ര തന്നെ. അത് ആരെ കൊണ്ടെങ്കിലും വീട്ടിൽ മേടിപ്പിച്ച് വെച്ച് കഴിക്കരുതോ? എന്തിന്? എടോ, ഞാനൊരു മൃഗഡോക്ടറാ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്താ അത്? ആ മത്തായിച്ചനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടറെ, അതിന് ചെറിയൊരു പണിയുണ്ട്. മുട്ടയുടെ ഒരു പ്രയോഗം. മുട്ടയുടെ പ്രയോഗമോ? അതെ, പക്ഷെ അത് ഇച്ചിരി കാശ് ചെലവുള്ള പണിയാ. അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. സംഗതി എന്താണെന്ന് പറ. ഞാന് ഒരു മുട്ട മന്ത്രിപ്പിച്ച് തരാം. എന്നിട്ട് 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഒരു ഈറൻ തോർത്ത് കൊടുത്ത് മത്തായുടെ വീട്ടു പഠിക്ക ചെല്ലണം. എന്നിട്ട് പഠിക്കേന്ന് ഒരു 3 ചുവട് അളന്ന് ഒരു കുഴി ഒഴിക്കണം. എന്നിട്ട് മുട്ട ആ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടണം. അത്ര തന്നെ. വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ വാ പൊളിക്കരുത്. പൊളിച്ചാൽ തല പൊട്ടിത്തെറിച്ചു. എടാ പരമ കഴിവേരുടെ മോനെ, നീ എനിക്കിട്ട് വെച്ച പാര അയാൾക്കും വെക്കില്ലേ? നിന്നെ ശരിയാക്കിയില്ലെങ്കിൽ ഇന്നടോ എനിക്ക്. നീ എവിടെ? എലിക്കുളം അവനും കൂടി ഒന്നങ്ങോട്ട് ശരിയാക്കിയാലുണ്ട്. ഇന്ന് നിന്നെ ഞാൻ കൊല്ലടാ ഡോക്ടറെ. നീ തല പൊട്ടിച്ചടിക്കുന്ന ആ തല വെട്ടിക്കളയടാ. മര്യാദക്ക് നീ അവിടെ നിന്നോ. നിന്നെ ഞാൻ ഇതെന്താ പബ്ലിക് ഓർഡർ ആണെന്ന് കരുതിയോ? ആരോട് ചോദിച്ചിട്ടാ പൂ പറിച്ചത്? അല്ല, അത് പറയൂ. ശങ്കരപ്പിള്ളയുടെ. ഏത് ശങ്കരപ്പിള്ള? ഗുമസ്തൻ ശങ്കരപ്പിള്ള. തനിക്ക് ഇവിടെ എന്ത് കാര്യം? അല്ല, ചോദിച്ച കേട്ടില്ലേ മോളെ? ഇതാ ഞാൻ പറഞ്ഞ വിഷ്ണു. ഓ, ഐ സി. ഇവനൊരു അൺസിവിലൈസ്ഡ് കൺട്രി ആണെന്ന് തോന്നുന്നല്ലോ മമ്മി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ള ആരെങ്കിലും ചെടി വിരിഞ്ഞിരിക്കുന്ന പൂ പറിക്കുമോ? വേണോന്ന് വിചാരിച്ച് പറിച്ചതല്ല. കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് പറിച്ചു പോയതാ. അങ്ങനെ കാണുന്നതിനോടെല്ലാം കൗതുകം തോന്നുന്നത് നല്ല പ്രകൃതമല്ല. തെറ്റിപ്പോയേ. ഇനി കണ്ടാലും കണ്ണ് പിൻവലിച്ചു കളയാം. യു ട്രൈ ടു ലേൺ മാനേഴ്സ് ഫസ്റ്റ്.
ഐ ഹേറ്റ് സച്ച് ടൈപ്പ് ഓഫ് ഇഡിയറ്റ്സ്. ആന്റി ഇതെന്ത് പ്രകൃതമാ? അവൾ ഒരു ബോൾഡ് ടൈപ്പാ. മനസ്സിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്നു പറയും. എന്നാൽ ഇതല്പം കൂടുതലാ. വിഷ്ണു അതൊന്നും കാര്യമാക്കണ്ട. വന്നട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. പിന്നെ നീലാണ്ടൻ ഇങ്ങനെ എത്ര നാള് കെട്ടിയിട്ട് തീറ്റ കൊടുക്കും? പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്യാനൊന്നേ ഉള്ളൂ, അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുക. അതിനേക്കാൾ നല്ലത് എന്നെ അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുന്നതാ. നമ്മളോ ആഹാരത്തിന് പൊട്ടുന്നു, മറ്റൊരു വരുമാനവും ഇല്ല. ഈ നിലയിൽ ഇവനിങ്ങനെ കെട്ടിയിട്ടിരുന്ന എടേ, ഈ കുടുംബത്തിൽ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ വിത്തുകാളെ ആരും മറക്കാൻ കൊടുത്തിട്ടില്ല. ചാകുന്നത് വരെ അതിന് നോക്കണം, പട്ടിണി കിടന്നാലും നോക്കണം. ആ, നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ കന്നുകാലികളെയാണ് ഹേ എന്ന് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ട്. കൃഷ്ണൻ. കൃഷ്ണനല്ല, വിഷ്ണു. എല്ലാം ഒന്ന് തന്നെയല്ലേ? നോ, വിഷ്ണു is the supreme god. Krishna is his avatar. Seems to be educated. Yeah, I'm a graduate in science. First class. I see. അതെ, ഇന്നലെ എന്താ വീണപഠനം നിർത്തി പൊയ്ക്കളഞ്ഞത്? സ്വരമാധുര്യത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു കാളരാഗം കടന്നു വന്നു. അതുകൊണ്ട് ഒരു അപസ്വരത്തിന് വഴിയൊരുക്കണമെന്ന് കരുതി വീണപഠനം നിർത്തി സ്ഥലം വിട്ടു. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് കാളരാഗമെന്നാണോ പറയുന്നത്? ഏത് മ്യൂസിക് ആയാലും കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാം. You talk so nicely. The credit goes to my teachers, including your mummy. അമ്മയുടെ കർണാടക സംഗീതം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കാ പഠിച്ചത്. ഇന്നലെ കാച്ചിയ രീതിയിൽ കാച്ചാനായിരുന്നെങ്കിലേ അത് പഠിക്കണ്ടായിരുന്നേ. സോറി, ഞാൻ നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വായിച്ചെന്നേ ഉള്ളൂ. സംഗീതത്തിന് ഇങ്ങനെയേ ഒരു മുഖമുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. അത്ര താഴ്ത്തിക്കെട്ടണ്ട. ഐ എം എൻ എക്സ്പെർട്ട് ഗിറ്റാർ പ്ലെയർ. കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. വാദ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ വർഷം വീണയ്ക്ക് അതേ സ്ഥാനം നേടിയവനാ ഞാൻ. റിയലി? യെസ്. അപ്പോ തുല്യ ശക്തികളാണെന്ന് പറയൂ. നോ, ഐ എം എ ഹംബിൾ സിമ്പിൾ poor man. മോളെ, വിഷ്ണു എന്ത് പറയായിരുന്നു? മമ്മി, ഹീസ് എ വണ്ടർഫുൾ ഗായ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു നല്ലവനാണെന്ന്.
ആ വിഷ്ണു, വ്യാഴാഴ്ച ഷേലയുടെ ബർത്ത്ഡേയാ. ഐ സീ. മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുക, അതുകൊണ്ട്. വീണ പഠനം ഇല്ലെന്നല്ലേ? കുഴപ്പമില്ല. ഇന്നലെ ഡിസ്റ്റർബൻസ്, ഇന്ന് ഷോപ്പിംഗ്, നാളെ പഠിക്കുമ്പോ ഞാൻ കൂടെ ഇരിക്കാം. എന്റെ പൊന്നു കുഞ്ഞേ, ഓഫ് സൈഡ് കയറണ്ട. ഞങ്ങളെ കർണാടക വഴി കൂടി ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പൊക്കോളാം. അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? മമ്മി, എന്റെ ബർത്ത്ഡേ കോംപ്ലിമെന്റ് ആയി ഐ വിൽ ഗിവ് ഹിം എ സർപ്രൈസ്. എന്താ? റെഡിമാ? இப்படி டேர்ன் பண்ணுங்க. അതിന് വേറൊരു പോസ് കൊടുங்க. ചിൻ ഡൗൺ. റെഡി. ഇനി വേറൊരു പോസ് കൊടുங்க. സ്റ്റോപ്പ് ഇറ്റ്. ആര് പറഞ്ഞതാ ഇവിടെ ഫോട്ടോ എടുക്കാൻ? മിസ്റ്റർ സണ്ണി, സായിപ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മോക്ക് നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ? പണം തന്നു, പക്ഷെ സായിപ്പ് പണം തരുന്നതും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യു ബ്ലഡി ബിച്ച്. മിസ്റ്റർ സണ്ണി, ഇന്ന് വരെ എന്റെ കഴുത്തിന് മാത്രം ആരും കയറി പിടിച്ചിട്ടില്ല. I will teach you a lesson. എത്ര ഫോട്ടോ എടുത്താ? இதெல்லாம் வயிற்று பழுப்புக்கு பண்றேன் சார். மேலாளி படிக்காத ஓடுறா.